പ്രഗ്നൻസി സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ ലേഡീസും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വൈറ്റ് ഡിസ്ചാർജ് അഥവാ വെള്ള പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഒരു നോർമൽ അവസ്ഥയെ പോലും നമുക്ക് വജൈനൽ ഡിസ്ചാർജ് പ്രഗ്നൻസിയിൽ കൂടുതലായിരിക്കും. ബിക്കോസ് അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സെക്രീഷൻസും ഒക്കെ കൂടുന്നതുകൊണ്ട് കുറച്ച് വജൈനൽ സെക്രീഷൻ ഇസ് ക്വൈറ്റ് കോമൺ ഇൻ ഡ്യൂറിങ് പ്രഗ്നൻസി. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഒരു കേർഡി വൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് വരുവാണെങ്കിൽ അത് കൂടുതലും ഉണ്ടാകുന്നത് ഒരു ഇൻഫെക്ഷൻ മൂലമാണ്, ഒരു ഫംഗ അഥവാ ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ മൂലം. കാൻഡിഡിയാസിസ് എന്നാണ് നമ്മളത് പറയുന്നത്. അത് കൂടുതലും നമുക്ക് ഒരു പ്രഗ്നന്റ് ലേഡീസ് ഡയബറ്റീസിന്റെ ടെൻഡൻസിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കാൻഡിഡിയാസ് വരാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് ഒരു ചെറിയ വൈറ്റ് ഡിസ്ചാർജ് വന്നു എന്ന് വെച്ചൊന്നും നമ്മൾ പാനിക്കാവേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കോപ്പിയസ് ആയിട്ട് വളരെയധികം സെക്രീഷൻസ് വരുന്നുണ്ട്, ഭയങ്കര ഇച്ചിങ് വരുന്നുണ്ട്, ഇത് ഡെഫിനറ്റ്ലി നമ്മൾ ഒരു വജൈനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കണം. ഈ കാൻഡിഡാസ് ഫംഗസ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാം. ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ചിലപ്പോൾ നമുക്ക് ഗർഭപാത്രത്തിന്റെ മുഖഭാവം പെട്ടെന്ന് വികസിച്ച് പോവുക, സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് ഉണ്ടാവുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസിലി കറക്റ്റബിൾ. പിന്നെ ചിലപ്പോൾ ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒരു ഡയബറ്റീസിന്റെ ഫസ്റ്റ് സൈൻ ആയിരിക്കാം. അതുകൊണ്ട് ഒരു വൈറ്റ് ഡിസ്ചാർജിനെ ഒരിക്കലും നമ്മൾ ലഘൂകരിച്ച് കാണില്ല, ഇവൻ ദോ ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ പ്രോബ്ലം.